നിവിൻ പോളിയുടെ പ്രതിച്ഛായ മൂവി കണ്ടിരിക്കുകയാണ്. പടം കണ്ടു കഴിഞ്ഞപ്പോൾ വലിയ സെറ്റപ്പ് എന്നൊന്നും പറയാനില്ല, അതുപോലെ തന്നെ അത്രയും ബോറൊന്നും പറയാനില്ലാത്ത ഒരു ലെവൽ, ഒരു ആവറേജ് അനുഭവമാണ് എനിക്ക് ഇത് ഫീൽ ചെയ്തത്. പിന്നെ ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.25 മണിക്കൂറാണ് ഇതിന്റെ ഡ്യൂറേഷൻ. അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെ എനിക്ക് തോന്നി. പലയിടങ്ങളിലും ബോറടിച്ചു. സംഭവങ്ങളൊക്കെ കുറച്ചൊന്ന് കട്ട് ഷോട്ട് ചെയ്ത് കുറച്ചുകൂടി സ്പീഡാക്കാമെന്ന് തോന്നി ഈ സിനിമ മൊത്തം കണ്ടു കഴിഞ്ഞപ്പം. പിന്നെ ഈ സിനിമയില് പ്രത്യേകിച്ച് പുതുമയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ കണ്ടു മറന്ന അതേ സംഭവങ്ങൾ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണ അതേ കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു ഫ്ലോയില് പോണ ഒരു പടമായിരുന്നു. പിന്നെ നിവിൻ പോളി മറ്റേ നമ്മുടെ സഖാവ് സിനിമയില്ലേ പുള്ളിയുടെ തന്നെ, അതിലെ ഒരു ലുക്കിൽ തന്നെയാണ് ഈ സിനിമയിലും വന്നിരിക്കുന്നത്. പിന്നെ നിവിൻ പോളിക്ക് പ്രത്യേകിച്ച് വലിയ രീതിയിൽ ആക്ടിങ് സ്പേസോ അതിന്റെ ആവശ്യങ്ങളോ ഈ സിനിമയിലുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതിലെ ബാലചന്ദ്രന്റെ പെർഫോമൻസ് വളരെ മികച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഷറഫുദ്ദീന് കൊടുത്ത ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ കുറച്ചുകൂടി ഡെപ്തിൽ കാണിക്കായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറച്ച് പഴമ തോന്നുമെങ്കിലും ആ ഒരു സമയത്ത് ഇടുമ്പം നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ പടം നമ്മൾ കുറെ കണ്ടുപടുത്തതാണെങ്കിലും ഇതുപോലത്തെ ജോണർ ഇഷ്ടപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ഡ്രാമ ജോണർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് പടം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ അഭിപ്രായം. ഇപ്പം കൂടുതലൊന്നും പറയാനില്ല, നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് അഭിപ്രായം പറയുക.